എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നുള്ളത് ലോക വനിതാ ദിനത്തിലാണ്. ലോക വനിതാ ദിനം എല്ലാ വർഷവും മാർച്ച് 8-നാണ് ആചരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വേളയിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ വനിതാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. To all those wonderful women out there, I wishing you a happy and prosperous Women's Day wishes from my side. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പഴയ പോലെയല്ല. ഇപ്പോൾ കാലം മാറി. ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ മുമ്പിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഒരു പുരുഷന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഒരു സ്ത്രീക്കും ലഭിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഏകദേശം മാറിക്കൊണ്ട് വരുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. എങ്കിൽ എന്നാൽ പോലും നമ്മൾ ഈ ഒരു പാട്രിയാർക്കി സൊസൈറ്റിയിൽ പുരുഷൻ തന്നെയാണ് മേധാവിത്വം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ എല്ലാ സ്ത്രീകളും ഇപ്പോൾ ഒരുവിധം വിദ്യാഭ്യാസം നേടി സ്വയം പര്യാപ്തരായി ജോലിയൊക്കെ നേടിക്കൊണ്ട് മുന്നോട്ട് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ നമ്മൾ മുന്നോട്ടേക്ക് വരണം. നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. പുരുഷൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സമൂഹം നല്ല നിലയിൽ വാർത്തെടുക്കാൻ പറ്റില്ല. സ്ത്രീകളുടെ പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സമൂഹം വലിയൊരു രാഷ്ട്രത്തിൻ്റെ തന്നെ നിലനിൽപ്പ് അല്ലെങ്കിൽ പുരോഗതിക്ക് സ്ത്രീകളുടെ കൂടെ ഉന്നമനം കൂടിയേ തീരുള്ളൂ. നമ്മൾക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ നമുക്കറിയുന്ന പോലെ അമേരിക്ക ആയിക്കോട്ടെ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന, ജപ്പാൻ, അതുപോലെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഫിൻലാൻഡ്, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വന്നത്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകളുടെ ഉന്നമനം തന്നെയാണ്. ഇപ്പോൾ GCC കൺട്രീസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സ്ത്രീകളെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഖത്തർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗദി അറേബ്യ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ പുരോഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരണം എന്നുള്ളൊരു റീസൺ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് നല്ല നല്ല സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നമ്മുടെ ഇന്ത്യയും അതുപോലെ സ്റ്റെപ്സ് എടുത്ത് 33% എന്നുള്ളത് 50% ആക്കി പുരുഷന്മാർക്കുള്ള അതേ ഒരു സംവരണം പാർലമെൻറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ തുല്യവേതനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ ആയിക്കോട്ടെ കൊണ്ടുവരുന്ന തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഈ ഒരു വേളയിൽ എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. പുരുഷന് ലഭിക്കേണ്ട അതേ സൗഭാഗ്യങ്ങളും അതേ അവകാശങ്ങളും സ്ത്രീക്കും ലഭിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്. So it's my message, or it's my speech on this occasion. So I wish everyone once again a happy and prosperous Women's Day to all those wonderful women out there in our society, in our country, in our world, in our continent, in our state, in our district. Everyone, it's me, Anush Vlogs, signing off.